അവർ മിനിമം ചാർജ് 200 രൂപ പോലും നമുക്കിപ്പോൾ തരുന്നില്ല. അതുപോലെ തന്നെ ഓരോ ട്രിപ്പിനും അതിനനുസരിച്ചുള്ള കമ്മീഷൻ അവർ എക്സ്ട്രാ അതിൽ നിന്നും പിടിക്കുന്നുണ്ട്. ഇപ്പോൾ സതീശൻ സാറിനെ കാണാൻ നോക്കിയിട്ട് പുള്ളി ഈ സ്ഥലത്തില്ല. അപ്പോൾ പുള്ളി ഇത് അറിയണം, ഈ വാർത്ത കാണുന്നുണ്ടെങ്കിൽ പുള്ളി ഇതിനൊരു അനുകൂലമായിട്ടുള്ള ഒരു ഉത്തരം തരണം. എന്നാൽ മാത്രമേ ഈ സമരത്തിനൊരു അവസാനം ഉണ്ടാകും. പാവപ്പെട്ട ഡ്രൈവർമാരെ പിടിഞ്ഞു നിന്ന കമ്പനികളെ നിലയ്ക്ക് നിർത്തൂ സർക്കാരെ, നിലയ്ക്ക് നിർത്തൂ സർക്കാരെ. എങ്കിലും സിന്ദാബാദ്. ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ അനുഭവിക്കുന്ന അവരുടെ ദുരിതങ്ങൾ അതിനൊരു അറുതി വരുത്തുക എന്ന ഒരാശയത്തോടു കൂടി തന്നെ ഇപ്പോൾ ഓൾ കേരള ഓൺലൈൻ ടാക്സി അസോസിയേഷൻ ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് ഒരു മാർച്ച് നടത്തുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ചില വാർത്തകളിൽ അവർ ആരോപിക്കുന്നത് ഇത്തരത്തിൽ റാപ്പിഡോ, ഊബർ പോലുള്ള ഉപയോഗിക്കുന്ന രാത്രി സവാരികൾ നടത്തുന്ന തൊഴിലാളികളാവട്ടെ അവർ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതൊക്കെ പോസിറ്റീവായിട്ട് ഈ ഒരു ജോലിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക് വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാണ് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് അനിശ്ചിതകാലത്തേക്ക് തുടരുമെന്ന് തന്നെയാണ് പറയുന്നത്. എന്ത് തന്നെയായാലും അവരോട് ബാക്കിയുള്ള കാര്യങ്ങൾ അവർക്ക് എന്താണ് സർക്കാരിനോട് പറയാനുള്ളതെന്നൊന്ന് ചോദിക്കാം. ഇപ്പൊ ഈ ഒരു പണിമുടക്ക് നടത്തുന്നതിനോട് നിങ്ങൾ സർക്കാരിനോട് എന്തെല്ലാം ആവശ്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്? സർക്കാരിനോട് ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് ഒന്നത് കേരള സവാരി എന്നൊരു ആപ്പുണ്ട്. അത് കൂടുതൽ പേർക്ക് അറിയത്തില്ല. സർക്കാർ ഈ കേരള സവാരി ആപ്പിനെ മുന്നോട്ട് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരണം. അതൊന്നാമത്. രണ്ടാമത്തെ ഊബർ, റാപ്പിഡോ, ഓല, ഈ 3 കമ്പനികളും നമ്മൾ ഡ്രൈവർമാരെ ചൂഷണം ചെയ്യുകയാണ്. കസ്റ്റമറുടെ 400 രൂപ വാങ്ങിക്കഴിഞ്ഞാൽ അവർ നമുക്ക് തരുന്ന 200 രൂപയാണ്. ഇതിനിടയിൽ നിന്നുകൊണ്ട് കൂടുതൽ കമ്മീഷൻ കൊണ്ടുപോകുന്നത് ഈ പ്രൈവറ്റ് കമ്പനികളാണ്. അവർ മിനിമം ചാർജ് 200 രൂപ പോലും നമുക്കിപ്പോൾ തരുന്നില്ല. അതുപോലെ തന്നെ ഓരോ ട്രിപ്പിനും അതിനനുസരിച്ചുള്ള കമ്മീഷൻ അവർ എക്സ്ട്രാ അതിൽ നിന്നും പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കണമെന്നാണ് നമ്മുടെ ഈ സമരത്തിൻ്റെ ഒരു ഉദ്ദേശം. ഇപ്പം ഈ ഒരു സമരം ഇന്നത്തേക്ക് മാത്രമാണോ അതോ നിങ്ങൾ നിങ്ങളുടെ ആവശ്യം നടത്തുന്നത് വരെ തുടർന്ന് പോകുമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഈ സമരം എന്നാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ആവശ്യങ്ങൾ അവർ നിലവിൽ കൊണ്ടുവരുന്നു അന്ന് ഈ സമരം നിർത്തലാകും. അതുവരെ ഈ സമരം തുടർന്ന് ഇതൊരു സൂചന മാത്രമാണ്. സമരം ഇനിയും കുറച്ചുകൂടെ കൂടാം. നിങ്ങൾ ഈ ഒരു ആപ്പ് യൂസ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് നിങ്ങൾ അനുഭവിക്കുന്നത്? ബുദ്ധിമുട്ടുകൾ എന്ന് വെച്ചാൽ നമുക്ക് ഒന്നും കിട്ടുന്നില്ല. സത്യം പറഞ്ഞാൽ ഡെയിലി ഒരു 1000 രൂപ പോലും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഈ സമരം വയ്ക്കുന്നത്. എങ്ങനെയാണ്, സ്വന്തം വണ്ടിയാണോ ഉപയോഗിക്കുന്നത് അതോ മറ്റാരുടെങ്കിലും വണ്ടി എടുത്തിട്ടാണോ ഈ ഒരു ഓട്ടം നടത്തുന്നത്? സ്വന്തം വണ്ടിയാണ്. മാസം 17,000 രൂപ CC ഉള്ള വണ്ടിയാണ്. അതുപോലെ ഇപ്പോൾ അടയ്ക്കാൻ പറ്റാത്ത CC പെൻഡിങ് ആണ്. അതുകൊണ്ട് എല്ലാം കൊണ്ടാണ് നമ്മൾ ഇത്രയും കാലം നമ്മൾ സമാധാനമായിട്ട് ഊബറിന് മെയിൽ അയച്ചും ഫോൺ വിളിച്ചൊക്കെ നോക്കി, ഒരു രക്ഷയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമരത്തിലേക്ക് ഇറങ്ങാൻ തന്നെ കാരണമായത്. ഇപ്പം ഇങ്ങനെ ഇത്ര ഒരു സമരം നടത്തുന്നത് വഴി അത് മുഖ്യമന്ത്രിയിലേക്ക് എത്തി എന്തെങ്കിലും നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷയുണ്ടോ? ആ പ്രതീക്ഷയിലാണ്. മുൻ സർക്കാരുകൾ വന്ന സമയത്തും ഇതുപോലെ ഈ റാപ്പിഡോയും കേരള സവാരി പോലുള്ള കാര്യങ്ങളെല്ലാം ഓടിയിട്ടുണ്ട്. ആ സമയത്തും ഇത്തരത്തിലൊരു സമര രീതികളോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ എന്താണ് അതിനെക്കുറിച്ച്? ഈ സമരം വരെ നമ്മൾ 10 വർഷം കൊണ്ട് ഊബറിന് മെയിൽ അയച്ചും ഫോൺ വിളിച്ചും കൂടെ ഓഫീസിൽ പോയാണ് ബന്ധപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ പുതിയ സർക്കാർ വരുമ്പോൾ ഇതിനെല്ലാം ഒരു ഒത്തുതീർപ്പാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ്. കഴിഞ്ഞ സമരത്തിന് കോൺഗ്രസിൻ്റെ ആൾക്കാരൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ നടന്നില്ല. TP ജോർജ് ഗതാഗത മന്ത്രി കാണാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ പുള്ളിയുടെ ഇന്ന് ഒരു അനുകൂലമായ ഒരു പ്രതികരണമല്ല വന്നത്. ഇപ്പോൾ സതീശൻ സാറിനെ കാണാൻ നോക്കിയിട്ട് പുള്ളി ഈ സ്ഥലത്തില്ല. അപ്പോൾ പുള്ളി ഇത് അറിയണം, ഈ വാർത്ത കാണുന്നുണ്ടെങ്കിൽ പുള്ളി ഇതിനൊരു അനുകൂലമായിട്ടുള്ള ഒരു ഉത്തരം തരണം. എന്നാൽ മാത്രമേ ഈ സമരത്തിനൊരു അവസാനം ഉണ്ടാകും. അപ്പം പ്രധാനമായിട്ടും അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രി VD സതീശൻ ഈ ഒരു അവരുടെ നിസ്സഹായ അവസ്ഥ എന്താണെന്നുള്ളതൊന്നും മനസ്സിലാക്കി ഈ വാർത്ത കാണുകയാണെങ്കിൽ അവർക്കൊരു നല്ല രീതിയിൽ അവരോട് ഈ ഒരു രീതിയിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാകാൻ അദ്ദേഹം കനിവ് കാണിക്കണമെന്നാണ് ഇവർ പറയുന്നത്. കാരണം ഇവർ സ്വന്തം വാഹനത്തിലാണ് ഇത്തരത്തിൽ ഈ ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് സവാരികൾ നടത്തുന്നത്. പക്ഷേ ഇവർക്ക് ഇത്തരത്തിൽ സവാരി നടത്തുന്നത് വഴി യാതൊരുവിധ ഗുണമോ മെച്ചമോ അല്ലെങ്കിൽ അതിനകത്തുനിന്നൊരു ലാഭം അവർക്കില്ല എന്നതാണ് അവർ വളരെയധികം സഹായതയോടുകൂടി തന്നെ നമ്മളോട് പറയുന്നത്. എന്തായാലും അദ്ദേഹം ഈ വാർത്ത കാണുകയാണെങ്കിൽ ഇതിനു വേണ്ട പരിഹാരം കാണണമെന്ന് തന്നെയാണ് ഇവരുടെ ആവശ്യം.